ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ളൊരു ദിവസത്തെയാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്തത്. നിഫ്റ്റി എല്ലാം തന്നെ അതിൻ്റെ ഡേ ഹൈ ആയിട്ടുള്ള 23,250 നിന്ന് ഏകദേശം 250ഓളം പോയിന്റ് ഇന്ന് ഫോള് രേഖപ്പെടുത്തി. ഇന്നലെ നമുക്ക് കിട്ടിയ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഡേ ലോയിൽ നിന്ന് 700 പോയിന്റിൻ്റെ അധികം റിക്കവറി രേഖപ്പെടുത്തി. ഒരു യു ടേൺ ആണോ മാർക്കറ്റ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ജനിപ്പിച്ചു. അതിനുശേഷം ആണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് വന്നത്, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നപ്പോൾ അത് 5 മന്ത് ലോ ആയിട്ടുള്ള പണപ്പെരുപ്പ് നിരക്ക് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ സെയിം ടൈം തന്നെയാണ് US ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്നലെ വന്നിരുന്നു. അത് US ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്ക് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ വലിയൊരു ഉണർവ് ഉണ്ടായില്ല. അതുമാത്രമല്ല, ഈ ജെറോം പവൽ, അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ ധൃതി കാണിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത്. നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവായിരുന്നു, മാർക്കറ്റിന് അനുകൂലമായിരുന്നെങ്കിൽ കൂടിയും മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ഡേറ്റാസ് എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. അപ്പോൾ മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റിലിറ്റി ഇന്നും സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ പുതിയ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ US എന്ന് പറയുന്ന രാജ്യത്തിന് ഏതൊക്കെ രാജ്യങ്ങൾ താരിഫ് ഏർപ്പെടുത്തുന്നോ അത്തരം രാജ്യങ്ങൾക്ക് മേൽ ഫർദറായിട്ടുള്ള താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഇന്ന് PM മോഡി വൈറ്റ് ഹൗസിൽ വാഷിങ്ടൺ DC 2 ദിവസത്തെ സന്ദർശനം ഉണ്ട്. അപ്പോൾ ട്രംപായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ ഏതൊക്കെ ഇതിലൊരു അഴവ് വരുമോ എന്നുള്ള ആ ഒരു അൺസർട്ടനിറ്റിയുടെ പുറത്താണ് മാർക്കറ്റിൽ ഇന്നൊരു വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുള്ളത്. അദാനി കമ്പനീസ്, അദാനി പോർട്ടും അദാനി എൻ്റർപ്രൈസസും ശക്തമായിട്ടുള്ളൊരു ഇടിവ് കണ്ടു. ഏകദേശം 4% മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ശ്രീലങ്കയിൽ അവരുടെ ഏകദേശം അദാനി ഗ്രൂപ്പിൻ്റെ 1 ബില്യൻ്റെ വിൻഡ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നിന്ന് അദാനി പിന്മാറിയതിനെ തുടർന്നാണ് സ്റ്റോക്കിൽ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം, ഇന്ന് വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യം സംഭവിച്ചത് നാറ്റ്കോ ഫാർമ ഒരു സിംഗിൾ ഡേ കൊണ്ട് 20%-ലേറെ ഫോൾ ആയിട്ടുള്ളതാണ്. വീക്കായിട്ടുള്ള Q3 റിസൾട്ടാണ് പ്രധാന കാരണം. മണപ്പുറം ഫിനാൻസിൻ്റെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റിൽ 14% ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് കണ്ടു. CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി മണപ്പുറത്തിന് ടാർഗറ്റും അപ്ഗ്രേഡ് രേഖപ്പെടുത്തി. ഇനി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതായത് SIP. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിലേക്ക് ഉള്ള ഫണ്ടിൻ്റെ ചെറിയൊരു കുറവ്, ചെറുതല്ല, ഒരു 2.5% ഒരു കുറവ് നമ്മൾ കണ്ടിരുന്നു. അതായിരുന്നു ഒരു അലാമിംഗ് ആയിട്ടുള്ള കാര്യം. എന്നാൽ പുതിയതായിട്ട് SIP തുടങ്ങിയ ആളുകൾ സ്വാഭാവികമായിട്ട് അവർ ചില ഈ ഒരു SIPയുടെ ക്യാൻസലേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്, ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം ജാനുവരിയിൽ ആ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്ത ആളുകളുടെ എണ്ണം അത് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഏതിനേക്കാൾ പുതിയതായിട്ട് SIP തുടങ്ങിയ ആളുകളിലേക്കായി. അപ്പോൾ ഇത് രണ്ടും പാരലലി പോകുന്നൊരു കാര്യമാണ്. പുതിയതായിട്ട് ആളുകൾ അക്കൗണ്ട് SIP ഓപ്പൺ ചെയ്യുന്നു, നിലവിലുള്ള കുറച്ച് ആളുകൾ SIP ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ മാസം അത് നോക്കുമ്പോൾ പുതിയതായിട്ട് SIP തുടങ്ങിയ ആളുകളേക്കാൾ വളരെ കൂടുതൽ SIP ഡിസ്കണ്ടിന്യൂ ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉള്ള ഡേറ്റ കൂടി ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പറയുന്നതിൻ്റെ പ്രധാന കാരണം, ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 10% കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടാണ്. നമ്മുടെ FML തന്നെ വളരെയധികം ശക്തമായിട്ട് FIs പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചിന്ത ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ളൊരു ഇൻഫ്ലോ ആണ്. അപ്പോൾ അതിലൊരു കുറവുണ്ടാകുന്നത് മാർക്കറ്റിൽ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. Paytm സെബിക്ക് ഏകദേശം ഒരു 45 lakhs ഒരു പെനാൽറ്റി സെറ്റിൽ ചെയ്തു. അപ്പോൾ Paytm ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഗുജറാത്ത് പൈപ്പ് പവർ കമ്പനി Q3 റിസൾട്ട് വന്ന് നെറ്റ് പ്രോഫിറ്റ് 14% ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റോക്ക് ഇന്ന് 2% ഫോള്. ശില്പ മെഡിക്കെയർ കമ്പനി ഇവർ ഫാറ്റി ലിവർ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മെഡിസിൻ നിർമ്മിച്ചു. ആ ഒരു മെഡിസിന് അംഗീകാരം ലഭിച്ചു. സ്റ്റോക്ക് ഇന്ന് ഏകദേശം ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്.
സ്വിഗ്ഗിയുടെ സംബന്ധിച്ചുള്ളൊരു ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഇവരുടെ കമ്മീഷൻ, ഹോട്ടലിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്ന കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് സ്വിഗ്ഗി ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഇത് സ്വിഗ്ഗി എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകുമെന്നുള്ള ചിന്തയുടെ പുറത്താണ് സ്വിഗ്ഗി സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. മണപ്പുറവും നമ്മൾ നേരത്തെ കണ്ടു, നെറ്റ് പ്രോഫിറ്റ് 6% ഒരു വർധനവ് രേഖപ്പെടുത്തി. വീനസ് പൈപ്പ് നെറ്റ് പ്രോഫിറ്റിൽ 22% ഇടിവ് രേഖപ്പെടുത്തി. ഈ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനീസിൻ്റെ റിസൾട്ട് മോശമാണോ, ഇപ്പം ഇന്ന് നാറ്റ്കോ ഫാർമ 20% ഫോളാണ്. അതുകൊണ്ടാണ് ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് തന്നെ വലിയ തോതിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഒരു സിംഗിൾ ഡേ 20% റാലിയോ ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഓപ്ഷൻ ചെയ്യാൻ പറ്റും എന്ന് ഉള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു റിസ്ക് വശം ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സിന് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏകദേശം ഒരു 4-5 മാസത്തിന് മുമ്പാണ് മിഡ് ക്യാപ്പിലെ ഒരു സ്ട്രൈക്ക്, വളരെ ഫാറായിട്ട് കിടക്കുന്ന ഒരു സ്ട്രൈക്ക്, വെറും 2 രൂപ പ്രീമിയമുള്ള ഒരു സ്ട്രൈക്കിൻ്റെ 2 രൂപ പ്രീമിയം 200 രൂപയിലേക്ക് പോയത് നമ്മൾ കണ്ടിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി തേജസ് എന്ന് പറയുന്നത് നമ്മൾ മിഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. കൂടാതെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയാണ് ഈ പുതിയ ഡിഫൻസ് സിസ്റ്റം നമ്മൾ മുന്നോട്ട് വെക്കുന്നൊരു ആശയം. അതായത് നമുക്ക് റാഫേൽ ഫ്ലൈറ്റുകളെല്ലാം തന്നെ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ എല്ലാം തന്നെ 66,000 കോടി രൂപയുടെ കരാറ് ഓൾറെഡി തന്നെ നടക്കുമെന്നുള്ളതാണ്. അതായത് ഫ്രഞ്ച് ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് അത്തരത്തിലുള്ള വലിയ എക്യുപ്മെൻറ്റിൻ്റെ എല്ലാം തന്നെ കരാറുകൾ നടക്കും. പക്ഷേ ഇന്ത്യയിലെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, BHAL തുടങ്ങിയ ഡിഫൻസ് സെക്ടറിൽ പാരാസ് ഡിഫൻസ് തുടങ്ങിയ കമ്പനീസ് ഇപ്പോൾ നമ്മളുടെ നയം എന്ന് പറയുന്നത് ഇവിടെ ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, പുറമേക്ക് കൂടി നമ്മൾ എക്സ്പോർട്ടും കൂടി ലക്ഷ്യം ഇടുന്നുണ്ടെന്നുള്ളതാണ് പുതിയ നയം. IPCL ലാബ് നെറ്റ് പ്രോഫിറ്റിൽ 38% വർധനവ് രേഖപ്പെടുത്തി. സിസിലോൺ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഏകദേശം 3000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് പവർ പ്രോജക്റ്റുകളെല്ലാം തന്നെ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്ലേഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും അവർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ടാറ്റ പവർ ONGC ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇവരുടെ പുതിയ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. എൻഡുറൻസ് ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 21% വർധനവുണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇനീഷ്യലി യൂറോപ്യൻ മാർക്കറ്റ് മാത്രമല്ല, ഈവൻ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. പ്രധാന അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് ട്രംപ് റഷ്യൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള പുടിനുമായിട്ട് ഈ ഉക്രൈൻ വാർ ഇപ്പോൾ 2 വർഷം ആയി, 2 വർഷം കവിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ US പ്രസിഡൻറ്റിൻ്റെ അവസാന സമയത്ത് ഉക്രൈന് ഡിഫൻസ് മേഖലയിലേക്ക് ഒരുപാട് ഫണ്ട് അലോക്കേഷനൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ട്രംപിൻ്റെ നയം അതല്ല. ട്രംപിൻ്റെ നയം എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിർത്തിയിലേക്ക് മെക്സിക്കോയിൽ നിന്ന് ആളുകൾ വരുന്നത് തടയുക. മെക്സിക്കോൻ അതിർത്തിയിലെല്ലാം തന്നെ അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തെ വരെ വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിസ നിയന്ത്രണം, അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ ഈ ഒരു താരിഫ് ഹൈക്കുകളുണ്ടോ അപ്പോൾ ആ രാജ്യങ്ങൾക്ക് റിറ്റാലിയേഷൻ താരിഫ് ഹൈക്കുകൾ പ്രഖ്യാപിക്കുക. അതുപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണ് ഇത്തവണ ട്രംപിൻ്റെ ശ്രദ്ധ. അതുകൊണ്ടാണ് WHO നിന്ന് പോലും അവരുടെ പാർട്ടിസിപ്പേഷൻ അമേരിക്ക പിൻവലിച്ചതിൻ്റെ പ്രധാന കാരണം. കാരണം ഇനി ട്രംപ് ഒരു നയങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് ഈ ഒരു ഉക്രൈൻ റഷ്യ വാറിൽ ഫണ്ട് ഇനി ഫർദറായിട്ട് അലോക്കേറ്റ് ചെയ്യാനൊന്നും ട്രംപ് ഉദ്ദേശിക്കാനായിട്ടുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് നടന്നത് യൂറോപ്യൻ മേഖലകളിൽ ഇനീഷ്യലി പോസിറ്റീവായിരുന്നു. പക്ഷേ ഈ റിറ്റാലിയേഷൻ താരിഫ്, ട്രംപ് ഇപ്പോൾ പുതിയ റിറ്റാലിയേഷൻ താരിഫ് എന്താണെന്ന് ഒരു എത്തുംപിടിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഫ്ലാറ്റാണ് കാണാം. ഏറ്റവും താഴെ ഡാക്സ് പോസിറ്റീവാണ്, CAC 40 ഫ്രാൻസ് പോസിറ്റീവാണ്. എന്നാൽ FTSE 73 പോയിൻറ്റിൻ്റെ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,917 പെർ ഔൺസ് എന്ന നിലയിൽ $13 ഗോൾഡും സ്പൈക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ നിലവിൽ ഇപ്പം നിങ്ങൾക്കും മേ ബി ഒരു
കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ന്യൂസുകൾ നിങ്ങൾ എല്ലാ ആളുകളും ബിസിയാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ന്യൂസ് കാണുന്ന ആളുകളിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ അജണ്ട. ഇതൊരു സെൽ റെക്കമെൻഡേഷൻ ഒന്നും നമ്മൾ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ നാളെ എന്ത് സംഭവിക്കാം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നാളെ എന്ത് മാർക്കറ്റിൽ സംഭവിക്കും, അല്ലെങ്കിൽ നാളെ നിഫ്റ്റി ഇത്ര പോയിൻ്റ് റാലി ചെയ്യും, അല്ലെങ്കിൽ ഇത്ര പോയിൻ്റ് ഫോൾ ചെയ്യും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മികച്ച മാർക്കറ്റ് അനലിസ്റ്റാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കാമെന്ന്. രണ്ട് കാര്യമുണ്ട്, ഞാനൊരു മികച്ച അനലിസ്റ്റും അല്ല. നാളെ നിഫ്റ്റി ഇത്ര പോയിൻ്റ് കയറുമോ എന്ന് ഇടിയുമോ എന്ന് പറയാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റില്ല. മറ്റുള്ള ആളുകൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.